A simple veg fried rice. ഫ്രഷ് അപ്പോൾ ഒരു സിമ്പിൾ വെജ് ഫ്രൈഡ് റൈസ് റെസിപ്പിയോട് കൂടി ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോസ് ആരംഭിക്കുകയാണ്. വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. എന്നാലും എൻ്റെതായ രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ: ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബസ്മതി റൈസ്, നെയ്യ്, വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയുമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്. വെജിറ്റബിൾസിൽ ക്യാബേജും സ്പ്രിംഗ് ഓണിയനും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് ആൻഡ് സ്മെല്ലൊക്കെ കിട്ടണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ മസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ഗ്യാസിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാൻ അല്ലെങ്കിൽ ഉരുളി വയ്ക്കുക. അത് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്പീഷൻ നെയ്യാണ്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവ ചൂടാകുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ചേർക്കുക. ഏലക്ക ചേർക്കുന്നതിന് മുമ്പ് ചെറുതായി പൊളിച്ച ശേഷം ചേർക്കുക. നല്ല രീതിയിൽ അതിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ചെറുതീയിൽ ഇവ നന്നായി മൂപ്പിക്കുക. മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ചേർക്കുക. ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് പച്ചമുളകും ചേർക്കുക. ഇവ ഒന്ന് വാടുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർക്കുക. സ്പ്രിംഗ് ഒണിയൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള വൈറ്റ് പാർട്ട് ഈ സമയം സവാളയുടെ കൂടെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ചെറുതായി വാടുന്നത് വരെ ഇളക്കുക. മൂത്ത് പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാള ചെറുതായി വാടിയ ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കുക. ക്യാരറ്റും ചെറുതായി വാടുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസ് കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. 5 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് മാറ്റി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യാനുസരണം ചേർക്കാം. 1 ടീസ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. 1 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ചായി വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ചേർക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ്മാൻ ബസ്മതി റൈസ് ആണ്. റൈസ് നന്നായിട്ട് കഴുകി 30 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. എന്നിട്ട് എടുക്കുന്ന റൈസിന്റെ ഇരട്ടി വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വയ്ക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, നാരങ്ങാനീര് എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് കുതിർത്ത ബസ്മതി റൈസ് ചേർക്കുക. ഒരു 75 തൊട്ട് 80% വേവായ ശേഷം ചൂടുവെള്ളം കളഞ്ഞ് തണുത്ത വെള്ളം ഒഴിച്ച് റൈസ് തണുപ്പിക്കുക. ചൂടുകൊണ്ട് അധികം വെന്തു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പറ്റിയാൽ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ റൈസ് കുറച്ച് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറുതീയിൽ 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം ഇടയ്ക്ക് ഉപ്പും എരിവും പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം ആവശ്യാനുസരണം ഉപ്പോ എരിവോ ചേർക്കാവുന്നതാണ്. ഈ സമയം 1 സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇത് ഓപ്ഷണൽ ആണ്, ചേർത്താൽ നല്ലതായിരിക്കും. എരിവ് ബാലൻസ് ചെയ്യാനാണ് നമ്മളിവിടെ പഞ്ചസാര ചേർക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രീൻ പാർട്ട് ഈ സമയത്ത് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ചെറുതീയിൽ വയ്ക്കുക. സ്വാദിഷ്ടമായ വെജ് ഫ്രൈഡ് റൈസ് റെഡി. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്